തഴവയിൽ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പര്യടനം തുടരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി നജീം മണ്ണേലിന് സ്വീകരണം നൽകി. ഓച്ചിറ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനന്തു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും സ്വീകരണം നൽകി. NDA സ്ഥാനാർത്ഥികൾക്കായി വീട് കയറിയുള്ള പ്രചരണങ്ങളും സജീവമാണ്. തഴവ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നജീം മണ്ണേലിന് സ്വീകരണം നൽകി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് തഴവ ഡിവിഷൻ സ്ഥാനാർത്ഥി ഇന്ദ്രജിത്തിനും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സലീം അമ്പിത്തറ, തഴവ ബിജു എന്നിവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സ്വീകരണം നൽകി. എന്നെ ഐക്യ ജനാധിപത്യ മുന്നണി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓച്ചിറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുവാനാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് ശ്രീ ഇന്ദ്രജിത്താണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീ ബിജു തഴവയാണ്. കഴിഞ്ഞ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും കരുനാഗപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലും വിവിധ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിച്ച പരിചയ പാരമ്പര്യം അതുകൊണ്ട് മാത്രം ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുൻപരിചയം മുതലാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻകാലങ്ങളിൽ ജനങ്ങളോട് ഇടപഴകിയിട്ടുള്ള പരിചയം വെച്ചുകൊണ്ട്, ജനപ്രതിനിധിയായിരുന്ന പരിചയം വെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും വികസനം മുരടിച്ചിരിക്കുന്ന ഈ ഡിവിഷന് വേണ്ടിയും നിങ്ങളോടൊപ്പം നമ്മുടെ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് LDF ഓച്ചിറ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനന്തുവിന് തഴവയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തഴവ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി KK സിദ്ദിഖ, 1-ാം വാർഡ് സ്ഥാനാർത്ഥി നാരായണക്കുറുപ്പ്, 3-ാം വാർഡ് സ്ഥാനാർത്ഥി മധു തുടങ്ങിയവർക്കും സ്വീകരണം നൽകി. ചൂടിലാണെന്ന് മാത്രമല്ല, തീരുമാനിക്കപ്പെട്ടതിലും ഏറെ വൈകിയാണ് പര്യടനം എത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചൂടിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ ആഹ്വാനം കാത്തുനിന്നും നിങ്ങൾ ഒരുക്കുന്ന ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഡിസംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ ആഹ്വാനം വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം നടത്തണമെന്നും ഇടതുപക്ഷത്തിന്റെ സാരഥിയായി ഇവിടെ ഓച്ചിറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനന്തു എസ് കോച്ചിയിൽ നിന്ന് എന്നെ അരിവാൾ നിൽക്കുന്നതിടയാളത്തിലും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് സിദ്ദിഖിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും NDA 2-ാം വാർഡിലെ സ്ഥാനാർത്ഥി ബിജു കളിയന്തറ, 4-ാം വാർഡിലെ സ്ഥാനാർത്ഥി ശ്യാമ ബിജു എന്നിവർ വിവിധ മേഖലകളിൽ വീട് കയറി വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ അടുത്ത ദിവസമാണ്. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22-ാം വാർഡിലെ പുതിയ 24-ാം വാർഡിലെ അംഗങ്ങളെ, വോട്ടർമാരെ കാണാനാണ് ഞങ്ങൾ പ്രവർത്തകർ ഇറങ്ങിയിട്ടുള്ളത്. വളരെ വലിയ അഭിപ്രായമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നാളിതുവരെ ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചു, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചു 11 റോഡുകളാണ് ഈ വാർഡിൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 11 ലക്ഷം രൂപയുടെ അടുത്ത ഓടയുടെ ഫണ്ട് വന്ന് കിടക്കുന്നു. മറ്റൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തൊഴിലുറപ്പിൽ മറ്റൊരു റോഡിൻ്റെ അനുവദിച്ച് കിടക്കുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ ഈ വാർഡിൽ കൊണ്ടുവന്നത് ജനങ്ങൾ മൊത്തം എല്ലാ ജനങ്ങൾക്കും, സാധാരണപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തഴവ.